റമദാനിതാ നമ്മോട് യാത്ര പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ദുനിയാവിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ഒരു മാസം കഴിഞ്ഞു പോയത്. ഒരു മാസം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ അവധിയിലേക്ക് അടുക്കുകയാണ്. വയുഖരിബു മിൻ ആഖിറതിഹി, അവൻ ആഖിറത്തിലേക്ക് അടുക്കുകയാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു വശറുക്കും മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. നിങ്ങളിൽ ഖൈറുള്ളവർ ദീർഘായുസ് ലഭിക്കുകയും അള്ളാഹുവിന് വേണ്ടി സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരുമാണ് ഏറ്റവും ഖൈറുള്ളവരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശറുക്കും മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, എന്നാൽ നിങ്ങളിൽ മോശക്കാർ ദീർഘായുസ് ലഭിച്ചിട്ടും ആ ദീർഘായുസിന്റെ സമയങ്ങളിൽ മുഴുവനും തിന്മകളിലും പാപങ്ങളിലും മുഴുകുന്നവരാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. യഗ്തനിം അയ്യാമൽ ഉംരി ഖബ്ല ഫവാത്തിൽ അവാൻ വമജീഇൽ ഹസറാത്ത്. നെടും ഖേദം വരുന്നതിന് മുമ്പ്, സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നാം നമ്മുടെ ആയുഷ്കാലം ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകുന്നത്. യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു സിക്റാ. യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ഓർമ്മ വരുന്നതാണ്, അവൻ അന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ്. വഅന്നാ ലഹു സിക്റാ, അന്ന് അവൻ ഓർത്തിട്ട് എന്താണ് കാര്യമെന്ന് അള്ളാഹു ചോദിക്കുന്നു. ഫദക്കിർ ഫഇന്ന സിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മിപ്പിക്കുക, ഓർമ്മിപ്പിക്കൽ സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് പരലോകത്തെത്തിയിട്ട് എനിക്ക് നോമ്പ് നോൽക്കാമായിരുന്നു, തൗബ ചെയ്യാമായിരുന്നു, എൻ്റെ കുടുംബ ബന്ധം എനിക്ക് ചേർക്കാമായിരുന്നു, അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് പരലോകത്ത് വെച്ച് പറയുന്നത്, മരണത്തിന്റെ വേളയിൽ വെച്ച് പറയുന്നത്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ഓർക്കും, അന്ന് മനുഷ്യൻ ഓർമ്മ വരും. വഅന്നാ ലഹു സിക്റാ, ആ ഓർമ്മ കൊണ്ട് എന്ത് കാര്യമാണ് അള്ളാഹു ചോദിക്കുകയാണ്. റമദാൻ അയ്യാമുൻ മഅദൂദാത്ത് വഔശക അലാ അൽ ഇന്തിഹാ വകദാലിക അൽ ഇൻസാൻ അയ്യാമുൻ മഅദൂദാത്ത് യൂഷികു അൻ തൻതഹി വയുഖാലു ഫുലാനുൻ മാത്. റമദാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ഇതാ നമ്മോട് യാത്ര ചോദിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്, അല്ല യാത്ര ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വകദാലിക അൽ ഇൻസാൻ, അതുപോലെ തന്നെ മനുഷ്യൻ മഅദൂദാത്ത് അയ്യാമുൻ മഅദൂദാത്ത് യൂഷികു അൻ തൻതഹി വയുഖാലു ഫുലാനുൻ മാത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ അവസാനിക്കുമ്പോൾ ഫുലാനുൻ മാത്, ഇന്ന വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് പറയും. ഇതാണ് ഈ ദുനിയാവിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഖദ് അസബൽ ഷഹ്റു റമദാൻ അല റഹീൽ ഫമൻ കാന ഖദ് അഹ്സന ഫീഹി ഫഅലൈഹി ബിൽ ഇത്മാം ഫഇന്നൽ അഅമാല ബിൽ ഖവാതീം. റമദാനിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കഴിവിൻ്റെ പരമാവധി നന്മയിൽ മുഴുകുകയും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും തൗബ ചെയ്യുകയും അങ്ങനെ നന്മയിൽ മുഴുകിയ ആളുകളെ ഇതാ റമദാൻ നിങ്ങളോട് യാത്ര പറയാൻ ഒരുങ്ങിയിരിക്കുന്നു. ഫഅലൈഹിൽ ബിഇത്മാം, അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുക എന്നുള്ളത്. ഫഇന്നൽ അഅമാല ബിൽ ഖവാതീം, കാരണം മനസ്സിലാക്കണം, എല്ലാ പ്രവർത്തനങ്ങളുടെയും പര്യവസാനം അനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ അവസാനത്തെ ദിവസങ്ങളിൽ നാം ഒരിക്കലും അങ്ങാടികളിലായി പോകാൻ പാടില്ല, മറ്റ് ശൂലുകളിലായി പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈനൽ അഅമാല ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. അവസാന റൗണ്ടിൽ ക്ഷീണിച്ചു പോയാൽ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്നൽ ഐന ലതദ്മഅ വഇന്നൽ ഖൽബ ലയഹ്സുൻ വഇന്നാ അലാ ഫിറാഖി റമദാന ലമഹ്സൂനൂൻ. സത്യവിശ്വാസിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകുകയാണ്. വഅന്നൽ ഖൽബ ലയഹ്സുൻ, അവന്റെ ഹൃദയം വേദനിക്കുകയാണ്. വഇന്നാ അലാ ഫിറാഖി റമദാന ലമഹ്സൂനൂൻ, റമദാനിന്റെ വിരഹം, റമദാനിന്റെ വേർപാട് നമ്മെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. കൈഫ ലാ നഹ്സനു അലാ റമദാൻ, എന്തുകൊണ്ട് റമദാനിലെ നാം ദുഃഖിക്കാതിരിക്കും? എന്തുകൊണ്ട് വേദന? ഒരു റമദാൻ നമ്മോട് വേർപിരിയുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വേദന? റമദാൻ ഫീഹി ദുആഉൻ മസ്മൂഅ്,
ഫീ ദുആഉൻ മസ്മൂഅ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. നിന്റെ ഓരോ പ്രാർത്ഥനയും അല്ലാഹു കേൾക്കുകയായിരുന്നു. വഅബ്വാബുസ് സമാഇ മഫ്തൂഹ വഅബ്വാബുൽ ജന്നതി മഫ്തൂഹ. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ടതായിരുന്നു, നരകത്തിന്റെ വാതിലുകൾ അടച്ചിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ അവൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നു. അതുപോലെ തന്നെ കൈഫ ലാ നഹ്സനു അലാ റമദാൻ. റമദാൻ വേർപാട് പറയുമ്പോൾ, റമദാനിന്റെ യാത്ര ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു മുഅ്മിൻ ദുഃഖിക്കുന്നത്? ഫീഹി തുഅതഖു റിഖാബു മിനൻ നാർ. ആ ദിവസങ്ങളിൽ മനുഷ്യന്റെ പരമമായ ലക്ഷ്യമായ നരകത്തിൽ നിന്നുള്ള മോചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്ത റമദാൻ വരെ കാത്തു നിൽക്കണം. അവിടെ ആ റമദാനിൽ സാക്ഷ്യം വഹിക്കാൻ ആര് ബാക്കിയുണ്ടാകും? കൈഫ ലാ തുജ്രി ലിൽ മുഅ്മിനി അലാ ഫിറാഖിഹി ദുമൂ. എന്തുകൊണ്ട് റമദാനിനെ യാത്രയയക്കുമ്പോൾ ഒരു മുഅ്മിന് കണ്ണുനീര് വരുന്നു? വഹുവ ലാ യദ്രി ഹൽ ബഖാ ഫീ ഉംരിഹി ലദഹി റുജൂ. ഈ റമദാൻ എന്റെ ജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു വരുമോ എന്ന് അവൻ ഉറപ്പില്ല. അത് തന്നെ കാരണം. അമ്മ റഹീലു റമദാനു ഫഹത്മൻ സയർഹൽ. റമദാൻ അത് തീർച്ചയായും യാത്ര പോവുക തന്നെ ചെയ്യും. വമാ ജാഅ ഇല്ലാ ലിയർഹൽ. കുല്ലു മാ ജാഅ മാ ഇല്ലാ ലിയർഹൽ. വന്നതൊക്കെ തിരിച്ചു പോകും, ജനിച്ചവരൊക്കെ മരിക്കും. അതുകൊണ്ട് തന്നെ റമദാൻ യാത്ര പോകും. വലാകിൻ ഹൽ സയതിൽ ആമുൽ ഖാദിം വനഹ്നു മഅൽ അഹ്യാ. ചോദ്യം അതാണ്. അടുത്ത റമദാൻ വരുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്നവരുടെ കൂടെയാണോ അല്ല മരിച്ചവരുടെ കൂടെയാണോ എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യമാണ് ഈ റമദാനിന്റെ പര്യവസാനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹുവേ, അതുകൊണ്ട് ഈ റമദാനിന് തന്നെ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഈ റമദാനിന് തന്നെ എന്റെ തൗബ സ്വീകരിക്കണം. അല്ലാഹുവേ, ഈ റമദാനിന് എന്റെ പാപങ്ങൾ പുറത്തു തരണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ, ഈ സമയം, ദിവസം എന്ന് പറയാനില്ല, സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നസ്അലുല്ലാഹ തആല ബിഹിതാമി ഹാദാ അശ്ശഹ്റിൽ കരീം അൻ യമുന്ന അലൈനാ ബിൽ അഫ്വി വൽ മഗ്ഫിറ വർ റഹ്മ വൽ ഖബൂൽ. അല്ലാഹുവേ, ഈ മാസത്തിന്റെ പര്യവസാനത്തിൽ, ഈ അവസാനത്തിൽ നിന്നോട് ഞങ്ങൾ കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്. അൻ യമുന്ന അലൈനാ ബിൽ അഫ്വി വൽ മഗ്ഫിറതി വർ റഹ്മ. അല്ലാഹുവേ, ഈ മാസത്തിൽ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ചൊരിയണമേ. ഈ മാസത്തിൽ നിന്റെ പാപമോചനം ഞങ്ങൾക്ക് നൽകണമേ. വഅൻ യക്തുബ ലനാ ലിൽ മുസ്ലിമീന അൻ യക്തുബ ലനാ വലിൽ മുസ്ലിമീന അൽ ഇഖ്തിഖ മിനൻ നാർ. ഞങ്ങൾക്കും സർവ്വ മുസ്ലിമീങ്ങൾക്കും നരകത്തിൽ നിന്നുള്ള മോചനം നൽകണേ റഹ്മാനേ. വഅൻ യജല ഹാലനാ ബഅദ റമദാന ഖൈറൻ മിൻ ഹാലിനാ ഫീഹി. ഈ റമദാനിലുള്ള അവസ്ഥയേക്കാൾ നല്ലൊരവസ്ഥ നീ ഞങ്ങൾക്ക് റമദാനിന് ശേഷവും നൽകണേ റഹ്മാനേ. വഅൻ യഫ്തഹ ലനാ അബ്വാബൽ ഖൈരി വഅൻ യഖ്തിമ ലനാ റമദാന ബിഖൈരിൻ വഅൻ യുബല്ലിഗനാ റമദാനൽ ഖാദിം. അതുപോലെ തന്നെ ഈ റമദാനിന് ഏറ്റവും നല്ല രീതിയിൽ പര്യവസാനം നൽകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വരേണ്ട പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ വഅൻ യുബല്ലിഗനാ റമദാനൽ ഖാദിം വനഹ്നു നൻഅമു ബിൽ അംനി വൽ ഇസ്തിഖ്റാരി വസ്സിഹതി വൽ ആഫിയ. അതുപോലെ തന്നെ ഇനി റമദാൻ, അടുത്ത റമദാൻ വരുമ്പോൾ ആരോഗ്യത്തോടും സമാധാനത്തോടും ശാന്തിയോടും കൂടി പടച്ചവനെ ആ റമദാനിനെ സ്വീകരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്നുള്ള പ്രാർത്ഥനയും നാം ഉയരണം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇന്നഹു സമീഉൻ മുജീബ്. അല്ലാഹു അങ്ങേയറ്റം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിന്റെ വേദന ലഘൂകരിക്കാനുള്ള ഒരു പ്രാർത്ഥനകളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഈ റമദാനിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുവാനും അതുപോലെ തന്നെ വന്നുപോയ കുറവുകൾക്ക് പരിഹാരം നൽകുവാനും ഒക്കെ നാം തയ്യാറാകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന മൻ ദാക ലദ്ദത്തൽ തഅതി അലൽ ഹഖീഖ ലാ യസ്അമു മിനൽ ഇബാദതി വലാ യമില്ലുഹാ. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തിയ മുഅ്മിൻ ലാ യസ്അമു ലിൽ ഇബാദത വലാ യമില്ലുഹാ. അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും അതുപോലെ തന്നെ ആ ആരാധനയിലൂടെ ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്തുന്നതിലും മുഅ്മിന് ഒരിക്കലും മടുപ്പ് വരികയില്ല. ഇസ്മ ഖൗലുല്ലാഹി തആല മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു. അതെ,
ഒരാണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽപ്രവർത്തനങ്ങൾ ചെയ്തുവോ വഹുവ മുഅ്മിനൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് ഏറ്റവും നല്ലൊരു ജീവിതം നാം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകും. എന്താണ്? അല്ലാഹുവിൻ്റെ മുമ്പിൽ മുനാജാത്ത് നടത്തി സംഭാഷണം നടത്തി ആസ്വാദനം ആസ്വദിച്ച മുഅ്മിനെ അള്ളാഹുവിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മുമ്പിൽ ഇറക്കി വെച്ച് സമാധാനം ശാന്തിയും അടഞ്ഞ മനുഷ്യൻ, ആസ്വാദനം ഉൾക്കൊണ്ട മനുഷ്യൻ, അതവനിൻ്റെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവില്ല. അവന്റെ പാപങ്ങളിലേക്ക് അവന് മടങ്ങിപ്പോകാനാകുകയില്ല. ഫൽ ഹയാത്തു ത്വയ്യിബ ഹിയ ലദ്ദത്തുൽ മുനാജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഹയാത്തുൽ ത്വയ്യിബ എന്താണ്? ലദ്ദത്തുൽ മുനാജാത്ത്, അള്ളാഹുമായിട്ട് സംഭാഷണം നടത്താനുള്ള ആ ഒരു പരിശീലനമായിരുന്നു മുനാജാത്ത്. സൃഷ്ടാവുമായിട്ട് ഓരോ രാത്രികളിലും പ്രാർത്ഥന, നമസ്കാരത്തിന് മുമ്പും ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഒക്കെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തായിരുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി മുഅ്മിൻ ഓരോ റമദാനിലും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ പരിശീലനം കിട്ടിയവരാണ് ഈ റമദാനിനെ യാത്രയക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നമ്മൾ യാത്ര പോയാലും നമ്മൾ റമദാനിൽ ചെയ്ത ആരാധനകളെയും പുണ്യങ്ങളെയും നാം യാത്രയക്കരുത്. അതാണ് ഈ റമദാനിനെ യാത്രയക്കുമ്പോൾ ഒരു മുഅ്മിനെ ആശ്വാസം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടെ എന്നോടൊന്നും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കതബ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഇലൽ അംസാരി യഅ്മുറുഹും ബിൽ ഖത്മി ശഹ്രി റമളാൻ ബിൽ ഇസ്തിഗ്ഫാരി വസ്സദഖ യഅനി സദഖത്തുൽ ഫിത്ർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം റമളാനിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവർണർമാർക്ക് അയച്ച കത്ത്, എന്താണ് കത്ത്? ബി ഖത്മി ശഹ്രി റമളാൻ ബിൽ ഇസ്തിഗ്ഫാരി വസ്സദഖ, സദഖ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും റമളാനിനെ പര്യവസാനം നടത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് നമസ്കാരത്തിൽ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് നമസ്കാരത്തിൽ വന്ന് കുറവുകൾ അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റമളാൻ കഴിഞ്ഞാലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ ഇസ്തിഗ്ഫാറിലൂടെ നമ്മൾ റമളാനിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ സ്വാഭാവികമായും വന്നിട്ടുണ്ട്, അത് പരിഹരിക്കുകയും പാപങ്ങളും വന്നിട്ടുണ്ടാവണം, അതും പരിഹരിക്കാൻ വലിയ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുകൊണ്ട് മനുഷ്യന്റെ അനാവശ്യമായ സംസാരങ്ങൾ, മോശമായ സംസാരങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, വൈകിപ്പോയത് ഇന്ന് തന്നെ അതിനു വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്യുക. പിശാച് അത് മറപ്പിച്ചു കളയും. ചെറിയ ചെറിയ പിശാചുകൾ നമ്മുടെ കൂടെയുണ്ട്, മറപ്പിച്ചു കളയും. അതുകൊണ്ട് ഉടനെ തന്നെ നാം അത് ബന്ധപ്പെട്ടവരെ ഒരു ദീനാർ ഏൽപ്പിക്കുക. എന്നിട്ട് എൻ്റെ തുഹറത്തൽ ലിസായിം സകാത്തുൽ ഇന്ന സദഖത്തുൽ ഫിത്ർ ലിസായിമി ഖസജദതൈ സഹ്വി ലിസ്സലാം. പണ്ഡിതന്മാർ പറഞ്ഞത് നമസ്കാരത്തിൽ സഹുവിൻ്റെ സുജൂദിൻ്റെ സ്ഥാനമാണ് എന്തുള്ളത്? ഫിത്ർ സക്കാത്തിന്. സഹുവിൻ്റെ സുജൂദ് എന്തെങ്കിലും മറന്നുപോയി എന്തെങ്കിലും ഒക്കെ വന്നാൽ സഹുവിൻ്റെ സുജൂദ്, അതുപോലെ റമളാനിൽ വന്നു പോയിട്ടുള്ള അപാകതകൾ പരിഹരിക്കാനുള്ള ഒരു പരിഹാരം പാവപ്പെട്ടവരുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് അത് ആ സമയത്തിന് നിർവഹിക്കണം. നിസ്കാരത്തിന് മുമ്പ് തന്നെ
അതിനുവേണ്ടി അറേഞ്ച്മെൻറ്റ് 1-2 ദിവസം മുമ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് ചെയ്യാനുള്ള ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ ബന്ധപ്പെടുമ്പോൾ ഉടനെ തന്നെ അത് നമ്മൾ കൊടുത്ത് വീട്ടേണ്ടതുണ്ട്. കാരണം നീട്ടിവെച്ചാൽ ഒരുപക്ഷേ നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ നമസ്കാരത്തിന് ശേഷം കൊടുത്താൽ സദഖത്തും മിൻ സദഖാത്തി, ഒരു സദഖ സാധാരണ സദഖയാണ്. എന്നാൽ അള്ളാഹുവും റസൂലും നിർബന്ധമാക്കിയ ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ ഈ ഫിത്ർ സക്കാത്ത് അത് മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടേതെയും, അത് പാവപ്പെട്ടവരെന്നും പണക്കാരെന്നും വ്യത്യാസമില്ല, അന്ന് ഭക്ഷണമുണ്ടെങ്കിൽ അവനൊക്കെ അത് കൊടുക്കണം. ആർക്കും അതിൽ നിന്ന് ഒഴിവല്ല, അന്ന് ജനിച്ച കുഞ്ഞിന് പോലും. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം നാം ഓർമ്മിക്കുക. നമസ്കാരത്തിന് സഹുവിൻ്റെ സുജൂദ് പോലെ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായ സൂക്ഷ്മത പുലർത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. اللهم أعنا على إتمام شهر رمضان على الوجه الذي يرضيك عنا. അള്ളാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ റമദാനിനെ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. അള്ളാഹുവേ, നിന്നെ ഓർക്കുവാനും നിനക്ക് നന്ദി ചെയ്യുവാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ആരാധനയിൽ മുഴുകാനും ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. اللهم اختم لنا شهر رمضان برضوانك وأعذنا من عقوبتك ونيرانك. അള്ളാഹുവേ, ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ നിന്റെ തൃപ്തി നേടുന്ന രൂപത്തിൽ, നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രൂപത്തിൽ അവസാനിപ്പിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اجعلنا ممن قبلت صيامه وأسعدته بطاعتك فاستعد لما أمامه وغفرت زلله وإجرامه. അതുപോലെ തന്നെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റുമായി ഈ റമദാനിനെ യാത്രയാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇദാ ദഅക, നിന്നോട് പ്രാർത്ഥിച്ചാൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് നീ വാഗ്ദാനം നൽകിയിട്ട് റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ റമദാനിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. നിന്നോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഞങ്ങൾക്ക് നിരാശയില്ല റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. اللهم ادخلنا الجنة برحمتك يا أرحم الراحمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله.